ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല കിടുക്കാച്ചി ടേസ്റ്റിൽ ഒരു മീൻ പീര ഉണ്ടാക്കാം കേട്ടോ. മത്തി കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് മീൻ പീര ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒരു ചെറിയ മാങ്ങ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരി മുളക്, പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. കാന്താരി മുളക് ഇല്ലെന്നെങ്കിൽ നമുക്ക് പച്ചമുളക് എടുക്കാം. പിന്നെ ഒരു 10 മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചി കുറച്ച് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്ലി വെളുത്തുള്ളി, അതും നൈസായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി, അതും കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നീളത്തിൽ. പിന്നെ 2 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുടംപുളി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ കാന്താരി മുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞെട്ട് എന്താ കളഞ്ഞിട്ടില്ല. ഞെട്ട് കളയണമെന്നുണ്ടെങ്കിൽ കളഞ്ഞെടുക്കാം. നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഉള്ളി ചേർത്ത് കൊടുക്കാം. മീൻ പീരയൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കുമല്ലേ, പക്ഷേ ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരികയാണ്. കാരണം എന്താ അറിയുമോ, അടിപൊളി ടേസ്റ്റാണിതിന്. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്യുകയാണ്. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി ഇത് ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പില കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ മീൻ പീരയ്ക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ ഞെട്ടുകൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിത് കൈകൊണ്ട് ഒരു 5-6 മിനിറ്റ് എടുത്തിട്ട് തിരുമി യോജിപ്പിക്കണം നല്ലതുപോലെ. അതിനുശേഷം മാങ്ങ ചേർത്ത് കൊടുക്കുക. മാങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് തിരുമി കൊടുക്കരുത്. എന്താ അറിയോ, നമ്മുടെ മാങ്ങ പൊട്ടിപ്പോകും. ഇനി നമുക്ക് അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോഴത്തേക്ക് ഉപ്പ് കുറവായിരുന്നു കേട്ടോ. ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തു. അത്രയും മാത്രം മതി വെള്ളം. കാരണം നമ്മുടെ ഈ അരിപ്പിൽ നിന്നൊക്കെ ഉള്ള വെള്ളം കൊണ്ട് തന്നെ മീൻ നന്നായിട്ട് വെന്ത് വന്നോളും. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഇത് വിറകടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റൗവിലാണ് വെക്കുന്നത്. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 2 മിനിറ്റിൽ കൂടുതൽ വെക്കാതിരിക്കുക. എന്താ അറിയോ, ഇത് നമ്മൾ വെള്ളം വളരെ കുറച്ചല്ലേ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് 2 മിനിറ്റ് മാത്രം വയ്ക്കുക. പാത്രം ഒന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. ഇനി നമുക്ക് മെല്ലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മയൊക്കെ ഇതുപോലെ മീൻ പീരയൊക്കെ വെക്കുന്ന സമയത്ത് ഈ തവി ഇടുക തന്നെ ഇല്ല കേട്ടോ ചട്ടിയിൽ. കാരണം എന്തോ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക ചെയ്യാറുള്ളൂ. പക്ഷേ എനിക്ക് ഒരു ഡൗട്ടാണ്, ഇപ്പോൾ മുകളിലുള്ള മീനൊക്കെ വേകാതിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പലപ്പോഴും ഇതുപോലെ വളരെ ശ്രദ്ധിച്ചിട്ട് വളരെ സൂക്ഷിച്ചിട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന്, അത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഒന്നുകൂടി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഈ ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഒരു 6 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ പീര റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരല്പം ഗ്രേവി കൂടി ഉണ്ട്. ഒരു 1-2 മിനിറ്റ് ഇരിക്കുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. ഒരല്പം ഗ്രേവിയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ അത് നന്നായിട്ട് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ട് തണുക്കുമ്പോൾ നന്നായിട്ട് ഗ്രേവി ഒക്കെ വറ്റി വന്നിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ഈ സൈഡ് ഇങ്ങനെ നടച്ച് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ വിയർപ്പ് അടിഞ്ഞിട്ട് നമ്മുടെ ഈ വീണ്ടും ഇതിലേക്ക് വെള്ളം വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ നടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നല്ല കിടുക്കാച്ചി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മത്തിത്തോരൻ. നമുക്ക് കപ്പയുടെ കൂടെയോ കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മീൻ പീര ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും
മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.